നമ്മുടെ രാഷ്ട്രീയ രംഗം വളരെ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം എന്നതൊരു ഭ്രാന്താണോ? കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും നമ്മുടെ നാട്ടിനെ കലാപഭൂമിയാക്കുന്നൊരവസ്ഥ വരുമ്പോൾ ഇതിലൊന്നും പെടാതെ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ. വോട്ട് വരുമ്പോൾ പറ്റിയവർക്ക് വോട്ട് ചെയ്യുക എന്നല്ലാതെ ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാത്ത പാവങ്ങളായ നിരപരാധികളായ ആളുകളാണ് ഇതിൽ കുടുങ്ങുന്നത്. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്നും ആക്രമിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഇരു വിഭാഗവും വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുടുങ്ങുന്ന നിഷ്പക്ഷമതികളായ സാധാരണക്കാർ. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരം ഭ്രാന്തായി മാറിയോ? ആരൊക്കെയോ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അധികാരമോഹത്തിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുക എന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ ഒരു ഹർത്താൽ, ഒരു ഗരാവോ, ഒരു പിക്കറ്റിങ് എല്ലാം കൂടിയായിട്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇതാണോ രാഷ്ട്രീയം? മാന്യമായ രാഷ്ട്രീയം ആരെടുത്താണുള്ളത്? കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാവരും കലാപത്തിന് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അധികാര കൊതിയും അധികാരം മൂത്ത് കിടക്കുന്ന ഒരവസ്ഥ. 10 വർഷമായി അധികാരം കിട്ടാത്തതിൻ്റെ വിഷമാണ് കോൺഗ്രസ്സിന്. 2 പതിറ്റാണ്ടായി ഒരു 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനിയും അതന്നെ കിട്ടണമെന്ന നിലക്കുള്ള വാശി. ഈ വാശിയാണ് ഇതെല്ലാം ഉണ്ടാക്കി തീർക്കുന്നത്. അപാകതകളും എല്ലാം പരിഹരിച്ച് ഒരാളെ കൊണ്ട് ഇവിടെ ഒന്നും ഭരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് വല്ലാത്തൊരവസ്ഥയായി. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിഷ്പക്ഷമതികളായ ആളുകളാണ് ഇവിടെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് വേദനിക്കുന്നത്. അവർക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ വരുന്നു. അവർ ഗരാവയും പിക്കറ്റിങ്ങും ഹർത്താലൊക്കെ ആയിട്ട് യാത്ര തന്നെ ഇല്ലാണ്ടായിത്തീരുന്നു. കംപ്ലീറ്റ് പ്രതിഷേധം. കഷ്ടമായി പോകും. നമ്മളെ കേരളം എന്തൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിന് പറ്റിയത്. ഇവർക്കൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന നിഷ്പക്ഷമതികളായ നമ്മുടെ കാര്യമാണ് ബേജാറ്.